ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഒരു പെരുന്നാൾ, വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് തിരുനാൾ, പെസഹ തിരുനാൾ ഇന്ന് നാം ആചരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനത, ക്രൈസ്തവ ജനത പെസഹ പെരുന്നാൾ ഇന്ന് ആഘോഷിക്കുന്നു. പെസഹ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ കടന്നുപോകലിൻ്റെ ഓർമ്മയാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക്, കാനാൻ നാട്ടിലേക്ക് കടന്നു പോകുന്ന ആ മഹാസംഭവത്തെയാണ് പെസഹ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. പെസഹ പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവരെ വിടുവിക്കുവാനായി മോശ ഫറവോയുടെ അടുക്കിലേക്ക് കടന്നു എന്ന് തൻ്റെ ജനത്തെ യഹോവയായ ദൈവം അരുളി ചെയ്തതുപോലെ, നീ ഫറവോയോട് പറയുക, എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുന്നതിലേക്ക് വിട്ടയക്കുക. ഈ ആശയം മോശ ഫറവോയുടെ കൊട്ടാരത്തിൽ ചെന്നറിയിക്കുന്നു. ഫറവോ അനങ്ങുന്നില്ല. അപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്നു, നീ 10 ബാധകൾ അവിടെ പ്രയോഗിക്കണം. ഒന്നാമത്തെ ബാധ അഴിച്ചു വിടുകയാണ്. ആ ബാധ കൊണ്ട് ഫറവോ വിട്ടില്ല ദൈവജനത്തെ യഹോവയെ ആരാധിക്കുന്നതിലേക്കായി. 2, 3, 4, 5 എന്നീ വലിയ ബാധകളൊക്കെ വന്നിട്ടും ആദ്യമൊക്കെ ബാധയുടെ ശക്തി കൂടുമ്പോൾ ഫറവോ പറയും, ഞാൻ വിട്ടയക്കാം. പക്ഷേ അല്പം കഴിയുമ്പോൾ ഫറവോ തൻ്റെ ഹൃദയം കഠിനമാക്കി. 9 ബാധകൾ, പ്ലേഗുകൾ ഈജിപ്തിൽ ഉടനീളം ഉണ്ടായി. യഹോവയായ ദൈവം മോശയിലൂടെ അത്ഭുതം പ്രവർത്തിച്ചു, ബാധ അഴിച്ചു വിട്ടു. പക്ഷേ ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടില്ല. എന്നാൽ അവസാനത്തെ അഗ്നേയസ്ത്രം എന്നതുപോലെ തന്നെ യഹോവയായ ദൈവം മോശയ്ക്ക് അരുളപ്പാട് നൽകി, നീ ഇസ്രായേലിലെ ജനത്തോട് പറയണം, നിങ്ങളെല്ലാവരും ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം ഇസ്രായേൽ ജനം വസിക്കുന്ന ഭവനങ്ങളുടെ കട്ടിളപ്പടികളിൽ മേൽ തളിക്കണം. അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്ന വഴി ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോൾ, സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ, ഏത് ഭവനത്തിലാണോ കുഞ്ഞാടിൻ്റെ രക്തം കാണുന്നത് ആ ഭവനത്തെ നശിപ്പിക്കാതെ മിസ്രൈമ്യരുടെ, ഈജിപ്തുകാരുടെ എല്ലാ ഭവനങ്ങളിലെയും ആദ്യജാതന്മാരെ സംഹാരദൂതൻ കൊന്നൊടുക്കും. അങ്ങനെ മഹാമാരി എന്നുള്ള നിലയിൽ രാത്രിയായപ്പോഴേക്കും ദൈവത്തിന്റെ സംഹാരദൂതൻ കടന്നു വന്ന് ഈജിപ്തിലെല്ലാ ആദ്യജാതന്മാരെയും വധിച്ചു. എന്നാൽ ഇസ്രായേലിലെ ആരും വധിക്കപ്പെട്ടില്ല. ഇസ്രായേൽ ജനം രക്ഷ പ്രാപിച്ചു. എങ്ങനെ? കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേലിനെ രക്ഷിച്ചു. ഈ പെസഹായുടെ അനുസ്മരണമാണ് പുതിയ ഇസ്രായേലായ ദൈവജനം അവരുടെ രക്ഷാകരമായ അനുഭവത്തിന് വേണ്ടി യേശുക്രിസ്തുവാകുന്ന കുഞ്ഞാട് പാപമാകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഈ കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങള്, നെറ്റിത്തടങ്ങള് വരയ്ക്കപ്പെടുമ്പോൾ, രക്തത്താൽ നാം എല്ലാവരും തളിക്കപ്പെട്ട് കഴിയുമ്പോൾ, അങ്ങനെയുള്ളവരെ പാപത്തിന്റെ ദൂതൻ, പാപം നിറഞ്ഞ ജീവിതം നയിക്കുന്നവരെ മാറ്റി നിർത്തി അവരെല്ലാം കൊന്നൊടുക്കി കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടവരെല്ലാം രക്ഷിക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തം എന്ന് പറയുന്നത് യേശുമിശിഹായുടെ തിരുരക്തമാണ്. യേശുവാകുന്ന കുഞ്ഞാട്, ഗാഗുൽത്താ മലയിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ഈ കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തമാണ് രക്ഷ നൽകുന്നത്. പഴയ നിയമത്തിലെ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് ഒരവസ്ഥയിൽ, ഒരു സമയത്തേക്ക് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന്
രക്ഷ ലഭിച്ചു. എന്നാൽ യേശുവാകുന്ന കുഞ്ഞാടറുക്കപ്പെട്ടതോടുകൂടി ലോകത്തിന് മുഴുവനും യേശുവിന്റെ തിരുരക്തത്താൽ രക്ഷ ലഭിക്കുകയാണ്. ഈ പെസഹായി കടന്നുപോകലാണ്. പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഗണമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു പോകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പുതിയ കുഞ്ഞാടിന്റെ രക്തത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സൂചിപ്പിക്കാനാണ് പുതിയ പെസഹ നാം അനുഷ്ഠിക്കുന്നത്. പഴയത് കഴിഞ്ഞുപോയി. പുതിയ പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മുറിക്കപ്പെട്ടു, അവൻ അറുക്കപ്പെട്ടു, അവൻ രക്തം ചിന്തിയത് വഴിയായി ലോകം മുഴുവനെയും അവൻ രക്ഷിച്ചു എന്നതാണ് ഈ വലിയ പെരുന്നാളിൻ്റെ അന്തസത്ത. ഈ അനുഗ്രഹീതമായ പെരുന്നാളിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവിധം നമുക്ക് യേശുവിനെ ഉൾക്കൊള്ളാം. അതിന് ഏറ്റവും മർമ്മമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. കുഞ്ഞാട് അറുക്കപ്പെട്ട മഹാസംഭവം, ഗാഗുൽത്താ മലയിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തു, അവനാണ് വിശുദ്ധ കുർബാന. അവനെ സ്വീകരിക്കുമ്പോഴാണ് പെസഹ അർത്ഥവത്തായിത്തീരുന്നത്. നാമും വിശുദ്ധ കുർബാനയെ നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, കുഞ്ഞാടിനെ വഹിച്ചുകൊണ്ട് നീങ്ങുന്നവരായി തീരുമ്പോഴാണ് ഈ പെരുന്നാൾ, കുഞ്ഞാടിന്റെ പെരുന്നാൾ, പെസഹ തിരുനാൾ, പാസ് ഓവർ, പെസഹ അനുഗ്രഹീതമായി അർത്ഥവത്തായി തീരുന്നത്. കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മേവരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും സന്തോഷിക്കാം. പെരുന്നാളിന്റെ നന്മകൾ എല്ലാവർക്കും നേരുന്നു.